ഇന്നത്തെ ദിവസം എന്തൊക്കെ പറഞ്ഞാലും ചെന്നൈ സൂപ്പർ കിങ്സിന് സ്വന്തം. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ള അല്ലെങ്കിൽ ആശ്വസിക്കാനുള്ള രണ്ടേ രണ്ട് വകകൾ ചാഹറിൻ്റെ നല്ല പെർഫോമൻസ്, പിന്നെ വിഘ്നേഷ് പുത്തൂറിൻ്റെ പെർഫോമൻസ്. അത് രണ്ടുമാണ് മുംബൈ ഇന്ത്യൻസിന് ആശ്വസിക്കാനുള്ളത്. ചെന്നൈയുടെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ മുംബൈയുടെ കയ്യിൽ നിന്ന് ഒറ്റയ്ക്ക് വിജയം തട്ടിപ്പറിച്ചുകൊണ്ട് പോയത് അവരുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണെന്ന് പറയാം. പോസ്റ്റ് മാച്ച് ടോക്കിൽ സൂര്യകുമാർ യാദവ് അത് തന്നെ എടുത്ത് പറയുകയും ചെയ്തു. പിന്നെ നൂറിൻ്റെ മനോഹരമായിട്ടുള്ള സ്പെല്ല്, ധോണിയുടെ മിന്നൽ സ്റ്റംപിങ്, ക്രീസ് വിജയത്തിൻ്റെ അവസാനം വരെ രജിൻ രവീന്ദ്ര അവിടെ അടിയുറച്ചു നിന്നത്. മൊത്തത്തിൽ നോക്കുമ്പം ചെന്നൈക്ക് ആണ് ആഘോഷിക്കാനുള്ള വക. സ്വന്തം മണ്ണിൽ മനോഹരമായിട്ട് ചിരവൈരികളായ മുംബൈ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ധോണി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് കണ്ടു. ബാറ്റ് ചെയ്യും, വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബാറ്റ് ചെയ്യാൻ ഇറങ്ങി, നല്ലൊരു മിന്നൽ സ്റ്റംപിങ് നടത്തി. നൂറിൻ്റെ നല്ല ബോളിങ് കണ്ടു, ഋതുരാജിൻ്റെ മികച്ച ക്യാപ്റ്റൻസി കണ്ടു, ഋതുരാജിൻ്റെ ഫാസ്റ്റസ്റ്റ് 50 കണ്ടു. അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ടും വിജയം വരെ ടീമിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ നട്ടലുള്ള രജിൻ രവീന്ദ്ര അവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ ബോളർമാരുടെ എല്ലാം ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. മൊത്തത്തിൽ ചെന്നൈക്ക് ആശ്വസിക്കാനും ആഘോഷിക്കാനുള്ള വകയുണ്ട്.